ഹായ് ട്രേഡേഴ്സ്, ഇന്ന് നമുക്ക് WTI അതായത് ക്രൂഡിൻ്റെ ഇന്നത്തെ സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം. വ്യാഴാഴ്ച ഇന്നലെ ക്രൂഡ് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ചെറിയ ട്രേഡിങ് നടന്നുള്ളൂ. ചെറിയൊരു ഇതിൽ ഇന്നലെ താഴേക്ക് വന്ന് 614 ഡോളർ താഴെത്തി. വീണ്ടും റീട്രേസ്മെൻറ്റ് എടുത്ത് അവിടുന്ന് 65,459 നിൽക്കുകയാണിപ്പോൾ. ഇന്നും പ്രതീക്ഷിച്ച പോലെ തന്നെ ബെയറിഷ് ട്രെൻഡാണ് പ്രതീക്ഷിക്കുന്നത്. ടെക്നിക്കൽ അനാലിസിസും കാണിക്കുന്നത് അത് തന്നെയാണ്. ഇന്ന് ഡോളറിൽ ചെറിയൊരു മാറ്റം. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ മൂവിങ് ആവറേജ്, RSI പോലുള്ള ഓസിലേഷൻ. പിന്നെ ഡോളറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ 0.25% ലാഭത്തിൽ 98.54 ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് ഡോളറുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന വാർത്തകൾ 4:30 PM UAE ടൈം. കോർ റീറ്റെയിൽ സെയിൽസ് പെർ മന്ത്, പിന്നെ റീറ്റെയിൽ സെയിൽസ് മന്ത്ലി, അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിം, ഫില്ലി ഫെഡ് മാനുഫാക്ചറിങ് ഇൻഡെക്സ്. പിന്നെ ഇതിൽ പറയാനുള്ളത് മറ്റുള്ള വാർത്തകൾ വരുന്നത് ക്രൂഡ് ബെയറിഷ് ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. 65.66 ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു ഈ യൂറോപ്യൻ നേഷൻ ഇതിൽ. അത് കഴിഞ്ഞ് വീണ്ടും ഇറങ്ങാനാണ് സാധ്യത. അപ്പം അതിൻ്റെ ലെവൽസുകൾ നോക്കാം. ഇമ്മീഡിയറ്റ് ലെവൽ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് 65.54 ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ റെസിസ്റ്റൻസ് 65.54, 65.54, 65.78, 66.11 ഇത്രയാണ് ഇമ്മീഡിയറ്റ്സ് റെസിസ്റ്റൻസ്. സപ്പോർട്ടാണ് ഇപ്പം നമുക്ക് നോക്കേണ്ടതുള്ളത്. 65.37, 65.17, 64.70 ഇത്രയാണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. ഇന്നത്തെ ക്രൂഡിൻ്റെ ഡെയിലി റെസിസ്റ്റൻസ് സപ്പോർട്ട് നോക്കാം. റെസിസ്റ്റൻസ് 66.11 പോയി കഴിഞ്ഞാൽ 66.65, പിന്നെ 67.48 മാക്സിമം അവിടെയാണ്. ഫിബൊനാച്ചിയും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 64.70, 64.37, 64.06. അപ്പോൾ അത്ര രൂപയാണ് ഫിബൊനാച്ചി. നമുക്ക് ഞാൻ ഇപ്പം അപ്ലോഡ് ചെയ്ത പിന്നെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. പക്ഷേ പിന്നെ ഈ ഫിബൊനാച്ചി എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ, അപ്പം എങ്ങനെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് വരുന്നതെന്ന് അത് നോക്കി നമുക്ക് മനസ്സിലാക്കാം. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. റെസിസ്റ്റൻസ് സപ്പോർട്ടും മനസ്സിലാക്കി അതിൽ നിന്ന് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നന്നായി ട്രേഡ് ചെയ്യാൻ പറ്റും. ഇന്ന് വാർത്തകൾ വരാണ്ട് അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എൻ്റെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച്, അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുന്നതനുസരിച്ച് ഞാൻ നോക്കാം. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്രൂഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗോൾഡുമായി ബന്ധപ്പെട്ട്. പിന്നെ സമയം കിട്ടുമ്പോൾ യൂറോ USD, USD JPY, GBP USD ഇതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് നോക്കാം. പിന്നെ എന്തെങ്കിലും വോയിസ് ക്ലിയർ ഇല്ലെങ്കിൽ നിങ്ങൾ പറയണം. ഞാൻ പല സമയത്തും പല സ്ഥലങ്ങളിലാണ് ചെയ്യുന്നത്. അപ്പം ക്ലിയറാക്കാൻ പലരും പറയുന്നുണ്ട്, ഞാൻ ശ്രമിക്കുന്നുണ്ട്. കൂടുതൽ സൗകര്യമുള്ള സ്ഥലം നോക്കി ചെയ്തിട്ട് ചെയ്യാം. അതുപോലെ തന്നെ എനിക്കറിയാം വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ എൻ്റെ വോയിസുമായിട്ട് ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ അതിൻ്റെ വീഡിയോ ക്ലിപ്പിൽ വോയിസായിട്ട് കറക്റ്റായിട്ട് സിങ്ക് ആവുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ റിസ്ക് മാനേജ്മെൻറ്റ്, നിങ്ങളുടെ എക്വിറ്റിയും സേഫായിട്ട് വെച്ച് ട്രേഡ് ചെയ്യുക.
ഓക്കെ, താങ്ക് യു, ബൈ.